അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ആരാണ് വരാത്തവർ? ദുൽഖർനൈൻ ചക്രവർത്തി. മഹാനവറുകൾ മശ്രിഖും മഗ്രിബും യാത്ര ചെയ്ത് അവസാനം എത്തിപ്പെട്ടത് ബാബിലാണ്, ഇറാഖിലാണ്. ബാബിലോണിയിലെത്തിയിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്കൊരു കത്തെഴുതിയിട്ടുണ്ട്. ഉമ്മാ, എൻ്റെ ഈ കത്ത് കിട്ടുമ്പോൾ, ആ കത്തെഴുതുന്നത് ദുൽഖർനൈൻ ചക്രവർത്തി മരണപ്പെടുന്ന സമയത്താണ്. അദ്ദേഹം ആ കിതാബ് എഴുതിയിട്ട് പറഞ്ഞു, ഉമ്മാ, എൻ്റെ ഈ കിതാബ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നാട്ടുകാർക്ക് മുഴുവനും നിങ്ങൾ യഥേഷ്ടം ഭക്ഷണം ഉണ്ടാക്കിയവരെ വിളിക്കണം. എന്നിട്ട് അവരോട് പറയണം, ഒരു മുസീബത്തും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തവർ വന്ന് ഭക്ഷണം കഴിക്കുക. ഉമ്മ പറഞ്ഞ പോലെ ചെയ്തു. മകൻ ലോകം ഭരിച്ച ഭരണാധികാരിയാണ്, ലോകം ഭരിച്ച ചക്രവർത്തിയാണ്. മശ്രിഖും മഗ്രിബും ലോകത്തിന്റെ മുഖമൂലകളിൽ അടക്കം യാത്ര ചെയ്ത തന്റെ ഭരണത്തിനും യാത്രയ്ക്കും ആവശ്യമായതെല്ലാം അള്ളാഹു സംവിധാനിച്ചു കൊടുത്ത മഹാനായ ഒരു ചക്രവർത്തി. പ്രിയപ്പെട്ട ഉമ്മ കത്ത് കിട്ടിയപ്പോ ഭക്ഷണമുണ്ടാക്കി നാട്ടുകാരെ മുഴുവൻ വിളിച്ചു. ഭക്ഷിക്കാൻ നേരമായപ്പോ ഉമ്മ ആ കത്തെടുത്ത് വായിച്ചിട്ട് പറഞ്ഞു, ഒരു മുസീബത്തുമില്ലാത്ത, ഒരു പ്രയാസവും അനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി. ആ രാജാവിന്റെ ഉമ്മ ദുൽഖർനൈൻ തങ്ങളുടെ ഉമ്മ വിളിച്ചുകൂട്ടിയ വിരുന്നിലേക്ക് ഒരു മനുഷ്യൻ പോലും വന്നിരുന്നില്ല. ഒരു മനുഷ്യൻ പോലും ആ ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല. എന്തേ? ഒരു മുസീബത്തുമില്ലാത്ത ഒരു മനുഷ്യനും ലോകത്തില്ല. എന്നിട്ട് ഉമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങളൊക്കെ കഴിച്ചോളൂ കേട്ടോ, ഇതെന്റെ മകൻ, അവന്റെ മരണവാർത്ത എന്നെ അറിയിച്ചതാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. എന്നിട്ട് ആ മകനെ വിളിച്ചിട്ട് ഉമ്മ ഒരു വാക്ക് പറഞ്ഞു, മോനെ ദുൽഖർനൈൻ, എൻ്റെ മോനെ, നിന്റെ മരണവിവരം ഇങ്ങനെ വിചിത്രമായൊരു ചിന്തയിലൂടെ, അതായത് ഒരിക്കലും മുസീബത്തില്ലാത്തവരാരുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ മകൻ ദുൽഖർനൈൻ മരിച്ചത് അതൊരു പരീക്ഷണമാണ് ഉമ്മ, നിങ്ങളത് സ്വീകരിച്ചേക്കണം എന്ന് എന്നെ ബോധിപ്പിക്കാൻ ചെയ്ത പണിയായിരുന്നുവല്ലേ അതെന്ന് ആ ഉമ്മ വിളിച്ചു പറയുകയാണ്. മഹാനായ അള്ളാഹുവിൻ്റെ ധീരനായ മുത്തഖിയായ ഒരു ഭരണാധികാരി, ആ ഭരണാധികാരി ലോകത്തോട് വിട പറയുമ്പോൾ ഉമ്മയോട് പറയുന്നു, ഉമ്മാ, ഒരു മരണവാർത്ത കേൾക്കുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെട്ട ആളുകൾ, വേണ്ടപ്പെട്ടവർ ലോകത്തോട് വിട പറയുമ്പോൾ അത് താങ്ങാൻ പ്രയാസമാണ്. ഉമ്മ അറിയണേ, നിങ്ങൾ വിളിച്ചുകൂട്ടിയ ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ പോലും ഒരു മുസീബത്ത് പോലും അനുഭവിക്കാത്തവരില്ലല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ മരണവാർത്ത സഹിക്കാൻ ഉമ്മാക്ക് സഹായം ലഭിക്കും, അത് സൗകര്യമാവുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തി അയച്ചു കൊടുത്ത കത്തായിരുന്നുവത്. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. അള്ളാഹു ഇത് മുഅ്മിനീങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ പടച്ചവൻ തരുന്നൊരവസരമാണ്. ഇതൊരവസരമാണ്. ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്തവരാരാ? കുട്ടികളും വളർന്ന് വലുതായി വരുമ്പോൾ അവരെന്താകും? അവർക്ക് ബോർഡ് എക്സാമിൽ, മദ്രസയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ മാർക്ക് ഉണ്ടാവോ, പാസ്സാവോ? അവരേത് കോഴ്സിനാണ് പഠിക്കാൻ പോവുക, എവിടെയാ സീറ്റ് കിട്ടുക? അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കുട്ടിക്ക് അത് ഇഷ്ടാവോ? അവിടെ അവന് പഠിക്കാൻ കഴിയോ? അവൻ വഴിതെറ്റിപ്പോകുമോ? അവൾ വഴിതെറ്റിപ്പോകുമോ? പേടിയാണ്. അങ്ങനെ വിവാഹം ആലോചിക്കുന്നവരെ പേടിയാണ്. ആലോചിക്കുമ്പോഴും പടച്ചവനെ, ഈ പുതിയാപ്പിള ശരിയാവോ? ഈ പുതിയാപ്പിളെ കൊണ്ട് കുടുങ്ങിപ്പോവോ? ഈ പുതിയ പെണ്ണ് ശരിയാവോ? എന്തായിരിക്കും? ആശങ്കയാണ്, പേടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ അവർക്കൊരു ജീവിതം വേണമെന്ന ആഗ്രഹമായി. പുതിയാപ്പിളക്ക് മരുമകന് ജോലിയുണ്ടോ എന്ന ചിന്തയായി. അത് കഴിഞ്ഞവർക്ക് കുട്ടി ഉണ്ടാകുമോ? വിശേഷമായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടാകുമോ? എപ്പോഴായിരിക്കും പ്രസവിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കോലെന്തായിരിക്കും? എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമോ പടച്ചവനെ? അതായിക്കഴിഞ്ഞാൽ കുഞ്ഞെങ്ങനെ വളരുക, അതിനെ സംബന്ധിച്ചുള്ള ചിന്തകളായി. ഇങ്ങനെ മരണം വരെ മനുഷ്യന് ചിന്തിക്കാനും ആശങ്കപ്പെടാനുമേ സമയമുള്ളൂ. മനുഷ്യനെ അല്ലാഹു പടച്ചത് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയിലായിട്ടാണ്. എന്തിനാണെന്നറിയോ? ഇതൊക്കെ നാളെ അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലമായി മാറാൻ വേണ്ടി. സങ്കടങ്ങൾ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നിടത്താണ്. എല്ലാവരും ഏത് സങ്കടവും കുറച്ചു നേരം കഴിഞ്ഞാൽ മറക്കും. എല്ലാവരും മറക്കും. വളരെ പ്രിയപ്പെട്ട ആളുകൾ ജീവിതത്തിൽ മരിച്ചു പോകുമ്പോഴേ നമ്മൾ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞ് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഉറങ്ങാൻ പറ്റാതെ വിഷമിക്കും. പക്ഷെ ഒരു 6 മാസം
ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ ആ ഓർമ്മകളെ സമയം മായ്ച്ചു കളഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലേ? ഇവിടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യനും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. ആ മായ്ച്ചു കളഞ്ഞ മനസ്സിനെ പാകപ്പെടുത്തുന്നത് ഒരു മുഅ്മിനായ മനുഷ്യൻ ആദ്യം ചെയ്യും. ഈമാനില്ലാത്തവൻ കുറെ കഴിഞ്ഞിട്ട് ചെയ്യും. വിവരമുള്ളവൻ അത് നേരത്തെ ചെയ്യും. വിവരമില്ലാത്തവൻ ഒരുപാട് സമയമെടുത്തത് ചെയ്യും. സമയമെടുത്ത് ചെയ്യുമ്പോഴും അവർക്ക് കുറ്റം ബാക്കിയാണ്. അക്ഷമ കാണിച്ചതിനായിരിക്കാം അത്, അള്ളാഹുവിന്റെ ഖലാഇനെ പഴിചാരിയതിനായിരിക്കാം അത്. മുഅ്മിനീങ്ങൾ ഫസബ്റുൻ ജമീൽ വഇൻദല്ലാഹി അഹ്തസിബു അഖീല എന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ പോലെ